എൻ്റെ ദൈവമേ, കെട്ടാണെങ്കിൽ ബന്ധുക്കളില്ലാത്ത പെണ്ണുങ്ങളെ നോക്കി കെട്ടണം. എന്താ പെണ്ണുങ്ങൾക്ക് ബന്ധുക്കൾ ഉണ്ടാവില്ലേ? പിന്നെ അമ്പിളിച്ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? നിന്റെ കുഴപ്പം ഇപ്പം തോന്നുന്നു. കല്യാണത്തിന് പോകണ്ടേ അമ്പിളിച്ചേട്ടാ? അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രെയിൻ ടിക്കറ്റ് ഇല്ല, ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല, വെക്കേഷൻ ആണ്ട് എല്ലാം ഫുള്ളാണ്. അപ്പൊ ഞാനതല്ലേ പറഞ്ഞ നമുക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ട്രെയിനിൽ പോവാതെ ഫ്ലൈറ്റിൽ പോകാനാ പാലക്കാട് വരെ? അല്ല, നമുക്ക് കാറിൽ പോ. ആരാ കാറിൽ? എടീ, ഒരു ടാക്സി പിടിച്ച് പോകണമെങ്കിൽ എത്ര രൂപ വേണമെന്നറിയാമോ? എനിക്കൊന്നും പറ്റില്ല മഞ്ഞ ബോർഡ് വെച്ച് ടാക്സിയിൽ വന്ന് കയറി അവിടെ ചെന്ന് ഇറങ്ങാനായിട്ട്. പിന്നെ നമുക്കേ ഒരു കാറ് വാങ്ങാം. നേരത്തെ ഒരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ സ്കീം കേട്ട് കഴിഞ്ഞാൽ അമ്പിളിച്ചേട്ടനും ഇഷ്ടപ്പെടും. ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ടേ കാറ് വാങ്ങാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ കാർ? അതെന്ന് തോന്നുന്നു. ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് കാറ് വാങ്ങാൻ പറ്റും. കുറച്ച് NRIs, നമ്മുടെ കുറച്ച് പേപ്പേഴ്സും പിന്നെ വേറെ എന്തൊക്കെയോ പേപ്പറുകൾ പറഞ്ഞു. അത് അമ്പിളിച്ചേട്ടൻ ചോദിച്ചാൽ മതി, അതൊക്കെ സബ്മിറ്റ് ചെയ്ത്. അതല്ല, എനിക്ക് മനസ്സിലാവണില്ല. പുതിയ കാർ വാങ്ങണ കാര്യമാണ് നീ പറഞ്ഞത്. നിനക്കിത് തലയ്ക്ക് സുഖമില്ലേടി? എന്താ? അതിനാണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ശരി, അത് ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് മാസം ആര് വന്ന് അടയ്ക്കും? അതൊക്കെ അടഞ്ഞു പോയിക്കോളും. അതൊക്കെ അടഞ്ഞു വെക്കോളൂ. എങ്ങനെ അടഞ്ഞു പോകും? അടഞ്ഞു പോയിക്കോളും. അമ്പിളിച്ചേട്ടൻ അത് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ജീവിതാവസാനം വരെ ഇങ്ങനെ മുരടിച്ച് ജീവിക്കേണ്ടി വരും, ദാരിദ്ര്യം പിടിച്ചിട്ട്. കുറച്ചൊക്കെ മനസ്സമാധാനമില്ലേ? നീ അതും കൂടെ തകർക്കുവോ? എന്ത് മനസ്സമാധാനക്കേട്? ഇപ്പോ ഒരു കാറ് വാങ്ങിച്ചോന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ ബന്ധുക്കളുടെ മുന്നിൽ കാറിൽ പോയി ഇറങ്ങണം. എന്റെ വീട്ടിലെ എല്ലാവർക്കും കാറുണ്ട്, അത് 1, 2, 3 ഒക്കെ. ഞാൻ തന്നെ അമ്പിളിച്ചേട്ടൻ ഒരു കാറും കൊണ്ടുവന്നിട്ടല്ല വന്നത്. ഒരു കാർ വാങ്ങിക്കണമെങ്കിൽ മാസം എത്ര രൂപ അടവ് വരും എന്നറിയാമോ? അതൊരു 10-20,000 രൂപയ്ക്കല്ലേ വരുള്ളൂ. അത് ഈ 10-20 എന്ന് പറയുന്നത് നിനക്ക് ഇത്ര ചീളോലെ എങ്ങനെ പറയാൻ തോന്നണേ? നിനക്ക് എൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? എൻ്റെ വരുമാനം എത്രയാണെന്ന് അറിയാമോ? നിനക്കിവിടെ ജോലിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ? അത് പോട്ടെ, ഇങ്ങോട്ട് നമ്മൾ വീടിൻ്റെ ഹൗസിംഗ് ലോൺ എഴുതി കൊടുത്തിട്ടില്ലേ? അത് കിട്ടുമ്പോൾ മാസം എത്ര രൂപ അടയ്ക്കണമെന്ന് അറിയാമോ? അമ്പിളിച്ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇതിപ്പോഴും ഇങ്ങനെയൊന്നും നടക്കില്ല. നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടി വരും. ഈ കാറൊന്നും വാങ്ങാൻ സമ്മതിച്ചാൽ എന്താ ഇപ്പൊ അമ്പിളിച്ചേട്ടന്? ഞാൻ വലിയ കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്. കപ്പൽ വാങ്ങിച്ചാലൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഒരു ചെറിയ കാറല്ലേ, ഒരു കുഞ്ഞു കാറ് വാങ്ങിച്ചതുകൊണ്ട് അമ്പിളിച്ചേട്ടന്റെ ആകാശം ഇടിച്ച് തല വീഴൊന്നുമില്ല. എനിക്ക് കാറ് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് എന്റെ ബന്ധുക്കളുടെ മുമ്പിൽ കാറിൽ പോയി ഇറങ്ങണം. എനിക്ക് കുറച്ച് അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ട്. അല്ലാതെ നിസ്സാര ഇങ്ങനെ കുഞ്ഞു ജോലി ചെയ്യണ ഒരാളുടെ കൂടെ അല്ലല്ലോ ഞാൻ എന്റെ അച്ഛനും അമ്മയും ഇറക്കി വിട്ടത്. നല്ല അന്തസ്സായിട്ട് ഗൾഫിൽ ജോലിയുള്ള ഒരാളുടെ കൂടെ അല്ലേ. ആ ജോലി കളഞ്ഞിപ്പോ ഇവിടെ വന്ന് നിന്ന് ഓരോന്നൊക്കെ ചെയ്ത് നടക്കണതിന് ഞാനല്ല കുറ്റക്കാരി. ഗൾഫിലായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് നല്ല അന്തസ്സായിട്ട് കാറിലൊക്കെ പോയി വരായിരുന്നു. തീർന്നില്ല. അല്ല, ഇതുപോലെ ഭാര്യയുടെ വാക്ക് കേട്ട് തുള്ളിയവന്മാരെല്ലാം ഇന്ന് പിച്ചക്കാരൻ്റെ പ്രാന്ത് എടുത്ത് നടക്കുന്നുണ്ട്. നമ്മളെ കൊക്കിൽ എന്താണോ ഒതുങ്ങുന്നത് അതേ കൊത്താവും. മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് കാർ കിട്ടേ പറ്റുള്ളൂ അമ്പിളിച്ചേട്ടാ. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. എന്താ അമ്പിളിച്ചേട്ടൻ ഈ പറയണേ? എനിക്ക് എന്റെ അന്തസ്സ് നോക്കണ്ടേ? നിങ്ങളെന്ത് ഇത്ര നിസ്സാരമായിട്ട് കാണണല്ലോ അതും. അയാള് പറഞ്ഞ പോലെ ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖ. ഈ മര്യാദയ്ക്ക് നമുക്ക് കല്യാണത്തിന് കാറിൽ പോയി ഇറങ്ങിയാൽ പോരാ? അവിടെ എനിക്ക് കാറ് വേണം. ഒരു കാർ വേണം. എനിക്ക് അന്തസ്സായിട്ട് കാറിൽ ചെന്ന് അത് മതിയല്ല? മതി. ഓടി വന്നേ. അതെ, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ദേ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വണ്ടി മേടിച്ചു. നല്ല വണ്ടിയല്ലേ ക്ലീറ്റോ? ഓ, വെള്ള കളർ ഇച്ചിരി ചേഞ്ച് ചെയ്യായിരുന്നു. വെള്ളയാകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് കളറല്ലേ അളിയന്റെ ഡ്രസ്സിനെ പോലെ. കൊള്ളാട്ടോ. അതിപ്പോ എടുക്കാൻ പോയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കോ പിന്നെ പറയാം. അപ്പൊ അളിയാ, കുറച്ച് തിരക്കുണ്ട്. നാളെ രാവിലെ കല്യാണത്തിന് പോകണം. ഇവിടെ കുഞ്ഞമ്മര മോളെ കല്യാണം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. പാലക്കാടാണ്. നാളെ രാവിലെ വിടും. 2 ദിവസം കാണൂല കേട്ടോ. ചെല്ലട്ടെ ചേച്ചി. സന്തോഷമായല്ലോ? സന്തോഷമായി. കൊറേ പാക്ക് ചെയ്യാനുണ്ട്. ഡസ്ട്രാ
ക്ലീറ്റോ ഞാനൊരു സത്യം പറയട്ടെ, ചില ആണുങ്ങളെ പെണ്ണ് കാണാൻ പോവും. അവരേത് പെണ്ണ് കണ്ടാലും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ പെണ്ണുങ്ങളുടെയൊക്കെ കല്യാണം വേഗം നടന്നു പോകും. അതുപോലെ ക്ലീറ്റോൻ്റെ കാര്യം. ഇപ്പം അവർക്ക് കാറും വേണ്ടായിരുന്നു, ബൈക്കും വേണ്ടായിരുന്നു, സൈക്കിളും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. വെറുതെ അവിടെ പോയി ഇളക്കി കാറിൻ്റെ കാര്യം പറഞ്ഞ് ഇതേ അവർ കാർ മേടിച്ച്. നല്ലതാ, വീടിന് മാത്രം ഉപകാരമില്ലാത്തുള്ളൂ, നാട്ടുകാർക്കൊക്കെ നല്ലതാ. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നോക്കി വെള്ളവർക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? വന്ന് കിടക്കാൻ നോക്ക്. ഇടയ്ക്ക് എനിക്ക് വാതിലടയ്ക്കണം കേട്ടോ.